Please subscribe this channel and press the bell icon. ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നേ 1/4 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, 1/4 കപ്പ് തേങ്ങാ വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെക്കാം. അടുത്തതായി 1 കപ്പ് പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം. പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ജലാറ്റിൻ പൂർണ്ണമായും ഈ പാലിലേക്ക് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ഇളക്കി കൊടുക്കാം. അടുത്തായി നമുക്ക് 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് തിളക്കൊന്നും വേണ്ട, ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലിൽ നിന്ന് 1 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. അടുത്തതായി നമുക്ക് വീണ്ടും 1/4 ടേബിൾ സ്പൂൺ ജലാറ്റിൻ, 1/4 കപ്പ് തേങ്ങാ വെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്തി വെക്കാം. ഇനി 2 കപ്പ് തേങ്ങാ വെള്ളം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ജലാറ്റിൻ കൂടി ചേർത്ത് ജലാറ്റിൻ അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടുത്തതായി 1/4 കപ്പ് പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ നന്നായി അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച പുഡിംഗ് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് 2 മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മാങ്ങയ്ക്ക് പകരം ഇളനീർ വെച്ചും ഇത് ചെയ്യാം. ഇളനീർ ചെറിയ പീസുകളാക്കി മാങ്ങയ്ക്ക് പകരം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാ വെള്ളമില്ലേ, അത് ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കണ്ട, എന്തെങ്കിലും സ്പൂണോ മറ്റോ വെച്ച് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാ വെള്ളം കുറച്ച് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കലായിരിക്കും നല്ലത്. ഇതും നമുക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇതും സെറ്റായിട്ടുണ്ട്. നേരത്തെ ബാക്കി കിടക്കുന്ന 1 കപ്പ് പാലില്ലേ, 2 കപ്പിൽ നിന്ന് 1 കപ്പ് അല്ലാതെ ഒഴിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള 1 കപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം.
അപ്പോൾ നമ്മളെ പുഡിങ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയറും ലൈക്കും കമൻറ്റും ഒന്നും മറക്കരുതേ. താങ്ക് യു.